നമ്മളിപ്പം എനർജി ഇക്വേഷൻസ് ആൻഡ് എനർജി ഡയഗ്രാംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിളിൻ്റെ എനർജി ഡയഗ്രാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം. ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പം അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് പ്ലാനറ്ററി മോഷനാണ്. പ്ലാനറ്ററി മോഷനിൽ നമുക്കറിയാം സണ്ണിന് ചുറ്റും പ്ലാനറ്റ് റിവോൾവ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലാനറ്റിന് ചുറ്റും മീറ്റേഴ്സ്, അതായത് ഉൽക്കകളൊക്കെ ഈ പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മോഷനൊക്കെ നമുക്ക് പ്ലാനറ്ററി മോഷനിൽ പറയാം. ഇപ്പോൾ ഒരു പ്ലാനറ്ററി മോഷനിലുള്ള രണ്ട് പാർട്ടിക്കിൾസ്, ആ ഒരു ചിലപ്പം സണ്ണും പ്ലാനറ്റും ആവാം, അല്ലെങ്കിൽ പ്ലാനറ്റും അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ആവാം. ഏതെങ്കിലും രണ്ട് പാർട്ടിക്കിൾസ്, ഇപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? F(r) = -G(m1m2/r²). ഇപ്പോൾ ഇവിടെ സണ്ണും പ്ലാനറ്റും ആണെങ്കിൽ m1 എന്ന് പറയുന്നത് സണ്ണിൻ്റെ മാസും m2 പ്ലാനറ്റിൻ്റെ മാസും ആയിരിക്കും. ഇനി അതല്ല പ്ലാനറ്റും വേറെ ഏതെങ്കിലും ഉൽക്കകൾ പോലുള്ള വേറെ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ m1 പ്ലാനറ്റിൻ്റെ മാസും m2 മറ്റേ പാർട്ടിക്കിളിൻ്റെ മാസും ആയിരിക്കാം. അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ മാസാണ് m1 m2 എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം -G(m1m2/r²) ആണ്. നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇവിടെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ന് കാണിക്കാനാണ് നെഗറ്റീവ് സൈൻ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കറിയാം -Gm1m2/r ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -Gm1m2/r ആണ്. അപ്പം നമുക്കിനി എനർജി ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് വേണ്ടത് എഫക്റ്റീവ് പൊട്ടൻഷ്യലാണ്. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ആക്ച്വൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എനർജി. ആക്ച്വൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിട്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? എഫക്റ്റീവ് പൊട്ടൻഷ്യലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ യു എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U(r) + L²/2μr² ആണ്. ഇതിൽ L²/2μr² എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് U(r)ന് -Gm1m2/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു എഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? L²/2μr² -Gm1m2/r എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയുള്ള എഫക്റ്റീവ് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ ഒരു ഇക്വേഷനിൽ നമുക്കറിയാം ഈ Gm1m2/r കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ Gയും m1ഉം m2 ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൽ വാരി ചെയ്യുന്നൊരു വാല്യൂ എന്ന് പറയുന്നത് 6 മാത്രമാണ്. അതുപോലെ തന്നെ L²/2μr²ലും 6 ആണ് അവിടെ വാരി ചെയ്യുന്നത്. അപ്പോൾ ഈ എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ബേസ് ചെയ്യുന്നത് r എന്ന് പറഞ്ഞ ഈ രണ്ട് പാർട്ടിക്കിളിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ്. അതുപോലെ തന്നെ ഈ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് 1/r² ആണ്, മറ്റേത് 1/r ആണ്. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക. 6 കുറയുമ്പം എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി നമുക്കിതിൽ രണ്ട് ടേം ഉണ്ട്. ഒന്ന് സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യലായിട്ടുള്ള L²/2μr²ഉം മറ്റേത് ആക്ച്വൽ പൊട്ടൻഷ്യലായിട്ടുള്ള -Gm1m2/r ആണ്. ഇതിൽ രണ്ടും സെപ്പറേറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ ഒന്ന് മൈനസ് വാല്യൂ ആണ്. നമ്മൾ ആക്ച്വൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്, മറ്റേത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ഇനി നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ് വാല്യൂ ആയിട്ടുള്ള L²/2μr² നോക്കാം. ആ ഒരു ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r², അതായത് 1/r²നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറിൻ്റെ വാല്യൂ ചെറുതാവുന്ന സമയത്ത് L²/2μr² വാല്യൂ കൂടുതലായിരിക്കും. 6 കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരിക. ഇനി നമ്മൾ -Gm1m2/r നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് നമുക്കറിയാം. അപ്പോൾ -5 -5നേക്കാളും വലുതാണ് -1 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ കൂടെ നമ്മൾ നെഗറ്റീവ് സൈൻ ഇല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് 6 കുറയുമ്പം Gm1m2/r കൂടുകയാണെന്ന് പറയാം. പക്ഷേ അവിടെ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് വാല്യൂ കൂടിക്കഴിഞ്ഞാലും മൈനസ് ഉള്ളത് കൊണ്ട് അത് വാല്യൂ കുറയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് സൈനും കൂടെ കൺസിഡർ ചെയ്ത് വരുന്ന സമയത്ത് 6 കൂടുമ്പം
GM1 M2 ഇത് കൂടുകയാണ് ചെയ്യുക, R കുറയുമ്പം ആ ഒരു ടേം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ടോട്ടൽ എഫക്റ്റ് യു എഫക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 ടേം ഉണ്ട്. അതിൽ R ചെറുതാവുന്ന സമയത്ത് ഇതിലുള്ള ഈ L²/2μ R² ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. അതിൻ്റെ വാല്യൂ ആണ് മറ്റതിനേക്കാളും മുന്നിട്ടിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് വാല്യൂ, യു എഫക്റ്റീവ് എന്ന് പറഞ്ഞത് പോസിറ്റീവാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ റിപ്പൾസീവ് സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനി ആറിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് സെക്കൻഡ് ടേം ഈ -GM1 M2/R അതാണ് ഡോമിനേറ്റ് ചെയ്യുക. ആറിൻ്റെ വാല്യൂ കൂടുമ്പം -GM1 M2/R ആണ് ഡോമിനേറ്റ് ചെയ്യുക. കാരണം L²/2μ R² കുറയും. അവിടെ ഒരു അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ആറിനെ യു എഫക്റ്റീവ് എന്ന് പറയുന്നത് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആറ് കുറയുമ്പം L²/2μ R² ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിപ്പൾസീവ് സെൻട്രിഫ്യൂഗൽ പൊട്ടൻഷ്യലാണ് കൂടുതലുണ്ടാവുക. ആറിൻ്റെ വാല്യൂ കൂടുമ്പം രണ്ടാമത്തെ ടേമായിട്ടുള്ള -GM1 M2/R ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ എനർജി ഡയഗ്രാം നോക്കാം. ഒരു എനർജി ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ എനർജി ആൻഡ് ദ ഡിസ്റ്റൻസ്. എനർജിയുടെയും ആറിൻ്റെയും തമ്മിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ എനർജി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 കേവ് കാണാൻ പറ്റും. ഒന്ന് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കേവ്, വേറൊന്ന് ഈ ഒരു കേവ്, മൂന്നാമത്തത് ഈ ഒരു കേവ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L²/2μ R² ആണ്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു 6 കൂടുന്ന സമയത്ത് L²/2μ R² കുറയും. 6 കുറയുമ്പം L²/2μ R² ആയിട്ടുള്ള എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ ഇത് ഈ ഒരു കേവ് നോക്കിയാൽ മനസ്സിലാവും ആറിൻ്റെ വാല്യൂ കൂടുതലുള്ള സമയത്താണ് എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കുറവ്. ഇതാണ് ആറിൻ്റെ വാല്യൂ കൂടുതൽ, അപ്പോൾ അവിടെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കുറവാണ്. ഇനി 6 കുറയുന്നതിനനുസരിച്ചിട്ട് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്താവുക ചെയ്തിരിക്കുന്നത്, കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 6 കൂടുന്നതിനനുസരിച്ചിട്ട് എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ടേം -GM1 M2/R നോക്കുക. അതിൻ്റെ വാല്യൂ ആദ്യം 6 ചെറുതായ സമയത്ത്, 6 സ്മോൾ ആവുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു. 6 കൂടുന്നതിനനുസരിച്ചിട്ട് വാല്യൂ ഇങ്ങോട്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വാല്യൂ നോക്കുന്ന സമയത്ത് ഇതാണ് കുറവ്, ഇതാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 കുറവാവുന്ന സമയത്ത് -GM1 M2/R ആക്ച്വൽ പൊട്ടൻഷ്യൽ കുറവാണ്. 6 കൂടുന്നതിനനുസരിച്ചിട്ട് ആക്ച്വൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 2 കേവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് 6 കൂടുമ്പോൾ L²/2μ R² വാല്യൂ കുറയാണ് ചെയ്യുന്നത്, ഇൻവേഴ്സ്ലി ആണ്. പക്ഷേ 6 കൂടുമ്പോൾ -GM1 M2/R² കൂടാണ് ചെയ്യുക, കാരണം നെഗറ്റീവ് സൈനും കൂടെ വരുന്നതുകൊണ്ട്. ഇനി യു എഫക്റ്റീവിൻ്റെ ഈ ഒരു കേവ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ 2 കേവ്, ഈ ഒരു കേവും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കേവാണ് യു എഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുകളിൽ വരച്ചിട്ടുള്ള 2 ഡോട്ടഡ് ലൈനിലുള്ള കേവ് കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന നമ്മളുടെ ആ ഒരു റിസൾട്ടൻ്റ് കേവാണ് യു എഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേവ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എഫക്റ്റീവ് പൊട്ടൻഷ്യൽ 6 കുറവുള്ള സമയത്ത് എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലാണ്. 6 കൂടുന്നതിനനുസരിച്ചിട്ട് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞു ഒരു മിനിമം വാല്യൂ എത്തും. കാരണം ഇവിടെ എത്തുന്ന സമയത്ത് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ 0 ആവും. എന്നിട്ട് 0-നേക്കാളും താഴെ പോയിട്ട് ഒരു മിനിമം വാല്യൂ എത്തും. എന്നിട്ട് വീണ്ടും അത് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും. എഫക്റ്റീവ് പൊട്ടൻഷ്യൽ 6 കുറയുമ്പം എഫക്റ്റീവ് പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. 6 കൂടുന്നതിനനുസരിച്ചിട്ട് എഫക്റ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കുറയും. ഒരു സർട്ടൻ 6 എത്തിക്കഴിഞ്ഞാൽ, 6ൻ്റെ വാല്യൂ ഒരു സർട്ടൻ വാല്യൂ എത്തുന്ന സമയത്ത് അവിടെ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ 0 ആവും. വീണ്ടും 6 കൂടുന്ന സമയത്ത് എഫക്റ്റീവ് പൊട്ടൻഷ്യലിന് നെഗറ്റീവ് വാല്യൂ ആവും, ഒരു മിനിമത്തിലെത്തും. അതിനുശേഷം വീണ്ടും ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ എനർജി ഡയഗ്രാം, എനർജി കേവ് വരച്ച സമയത്ത് നമ്മളവിടെ കൈനറ്റിക് എനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈനറ്റിക് എനർജീൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജി പ്ലസ് എഫക്റ്റീവ് പൊട്ടൻഷ്യലാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ K+U എഫക്റ്റീവാണ് നമ്മളുടെ
ടോട്ടൽ എനർജി ഇ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കും ഈ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇ മൈനസ് യു എഫക്റ്റീവ് എന്ന് എഴുതാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇ മൈനസ് യു എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇ മൈനസ് യു എഫക്റ്റീവ് എന്ന് പറഞ്ഞ വാല്യൂ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് എപ്പോഴും 0നേക്കാളും വലുതായിരിക്കണം. കാരണം കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് ഉണ്ടാവുക. ഇറ്റ് ക്യാൻ നെവർ ബി നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ ഇ മൈനസ് യു എഫക്റ്റീവ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് 4 കണ്ടീഷൻസാണ് നമുക്കിനി പറയാനുള്ളത്. ആ 4 കണ്ടീഷൻസും നമ്മുടെ എനർജീൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ 4 കണ്ടീഷൻസിൽ ഫസ്റ്റ് കണ്ടീഷൻ വെൻ ഇ ഈസ് ഗ്രേറ്റർ ദാൻ 0, ഇ എന്ന് പറയുന്നത് 0നേക്കാളും വലുതാവുക, അതായത് ഇൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുക. രണ്ടാമത്തത് ഇൻ്റെ വാല്യൂ 0ന് ഈക്വൽ ആവുക. മൂന്നാമത്തത് ഇൻ്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ 0നേക്കാളും കുറവാവുക. നാലാമത്തത് ഇ എന്ന് പറഞ്ഞ ഏറ്റവും മിനിമം വാല്യൂവിലെത്തുക. ഇ മിനിമം, ഇൻ്റെ വാല്യൂ അതിൻ്റെ മിനിമം വാല്യൂ ആവുക. ഈ 4 കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ, ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പം സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു എനർജീൻ്റെ ബേസിസിലാണ്. ചില കോമറ്റ്സ് ഒക്കെ നമ്മൾ സണ്ണിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ചെയ്യാതെ അത് വീണ്ടും തിരിച്ചു പോകുന്നുണ്ട്, ഹിറ്റ് ചെയ്യാതെ. അതും എന്തുകൊണ്ടാണ് എന്നുള്ളതും ഈ ഒരു എനർജീൻ്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പോൾ എനർജിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു 2 പാർട്ടിക്കിൾ തമ്മിലുള്ള മോഷൻ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ 4 കണ്ടീഷൻസാണുള്ളത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ ഇ ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതാണ് ഈ 0 ആയിട്ടുള്ള വാല്യൂ. നമ്മൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെയാണ് ഈ 0 ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഈ പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റെ വാല്യൂ മുകളിലേക്കാണ് വരിക, 0ൻ്റെ മുകളിലേക്ക്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫാണിത്. ഇയുടെ വാല്യൂ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. യു എഫക്റ്റീവ് ആണ് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോൺ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾ പറഞ്ഞ സമയത്ത് ഈയുടെ ഇക്വേഷനൊക്കെ എഴുതിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ½ μv² കിട്ടും. വി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് നമ്മുടെ ഇയുടെ ഗ്രാഫ് നമുക്കിങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഇ മൈനസ് യു എഫക്റ്റീവ്, ഇയും യു എഫക്റ്റീവും ഈക്വലായിട്ട് വരുന്ന ഈ ഒരു പോയിന്റിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആവും. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആറിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ അവിടെ ടേണിംഗ് പോയിൻ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ഇ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ഇതിൻ്റെ ടേണിംഗ് പോയിൻ്റ് ഇങ്ങനെയായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ സണ്ണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്ററി മോഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ഇവിടെയാണ്. വേറൊരു പാർട്ടിക്കിൾ നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്, വേറൊരു പാർട്ടിക്കിളിനെ നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ കുറഞ്ഞ് വരും. കുറഞ്ഞ് ഇ ഗ്രേറ്റർ ദാൻ 0, അതായത് ആ വരുന്ന പാർട്ടിക്കിളിൻ്റെ എനർജി ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിലുള്ള കേസാണ് പറയുന്നത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ എത്തിക്കഴിഞ്ഞാൽ, ഒരു സെർട്ടൺ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൈനറ്റിക് എനർജി 0 ആവും. ആ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി 0 ആവും. പിന്നെ അതിന് ആ ആറിനേക്കാളും അടുത്തേക്ക് ഇതിന് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനെ നമ്മളൊരു, കാരണം ഇപ്പോൾ ഈ ഒരു ഇ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ഈ 2 പാർട്ടിക്കിളും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഇല്ല. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സെയിം കേസാണ്. ഈ 2 പാർട്ടിക്കിളും തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല. ഇതൊരു അൺബൗണ്ടഡ് സിസ്റ്റമാണ്. ബൗണ്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടിക്കിളും തമ്മിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അട്രാക്ഷൻ ബൗണ്ട് ചെയ്ത് കിടക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഇ ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ 2 പാർട്ടിക്കിളും തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല, അൺബൗണ്ടഡ് സിസ്റ്റമാണ്. അതായത് വെൻ ഇ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് എ അൺബൗണ്ടഡ് സിസ്റ്റം. 6 എന്ന് പറയുന്നത് ഒരു ലാർജ് വാല്യൂസാണ്. 6ൻ്റെ വാല്യൂ വലുതാവുന്ന സമയത്ത് അൺബൗണ്ടഡ് സിസ്റ്റമാണ്.
പിന്നെ ഈ രണ്ട് പാർട്ടിക്കിൾസും തമ്മിൽ ഒരു സെൻട്രിഫ്യൂഗൽ ബാരിയർ ഉണ്ട്. അതായത് ഒരു സെർട്ടൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തേക്ക് വരാൻ പറ്റില്ല. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഈ ടേണിംഗ് പോയിന്റ്. അവിടെ കൈനറ്റിക് എനർജി 0 ആവുന്നത് ഇയും യു എഫക്റ്റീവും ഈക്വൽ ആവുന്ന ഈ ഒരു പോയിന്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6, അതിന് ശേഷം 6 അടുത്തേക്ക് വരാൻ പറ്റില്ല. അത് അൺബൗണ്ടഡ് സിസ്റ്റമാണ്. ഈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ഹൈപ്പർബോള. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൈപ്പർബോള. അതായത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് വീണ്ടും അത് തിരിച്ചു പോവുകയാണ് ചെയ്യുക. അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്. ഇ ഈക്വൽ ടു 0 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദിസ് ലൈൻ. ഇ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനിൽ നിന്ന് പോകുന്ന ഈ ലൈനിനെയാണ് ഇ ഈക്വൽ ടു 0 ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു പോയിന്റിൽ ആറിന് ഈ ഒരു വാല്യൂ എത്തുന്ന സമയത്ത് അവിടെ ഇയും യു എഫക്റ്റീവും 0 ആണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും 0 ആയിരിക്കും. പാർട്ടിക്കിളിന് ആ ഒരു പോയിന്റിൽ നിന്ന് പിന്നെ അടുത്തേക്ക് വരാൻ പറ്റില്ല. രണ്ട് പാർട്ടിക്കിൾസിനും ആ ഒരു പോയിന്റ് വരെ അടുത്തടുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ബൗണ്ടറി ഓഫ് ദി അൺബൗണ്ടഡ് സിസ്റ്റം ആൻഡ് ദ ബൗണ്ടഡ് സിസ്റ്റം. ആ ഒരു പാർട്ടിക്കിൾ ബൗണ്ടഡ് സിസ്റ്റത്തിൻ്റെയും അൺബൗണ്ടഡ് സിസ്റ്റത്തിൻ്റെയും ബൗണ്ടറി ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെപ്രസെൻറ്റ്സ് എ പരാബോള. നേരത്തെ നമ്മൾ ഒരു ഹൈപ്പർബോളയായിരുന്നു പറഞ്ഞത്, ഇതൊരു പരാബോള. പരാബോളിക് പാത്തായിരിക്കും ഇ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി ഇ ലെസ് ദാൻ 0 ആവുന്ന സമയത്ത്, ഇ ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇയും യു എഫക്റ്റീവും ഈക്വൽ ആവുന്ന പോയിൻറ്റ്സ് ഇതിൽ നമുക്ക് 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ ഒരു ഗ്രാഫിൽ ഇതാണ് ഈ 0നേക്കാളും ചെറുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യു എഫക്റ്റീവിൻ്റെ വാല്യൂം ഇൻ്റെ വാല്യൂം ഈക്വൽ ആവുന്ന 2 പോയിൻ്റ്, ഒന്ന് ഇവിടെയുണ്ട് ഒന്ന് ഇവിടെയുണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ബിറ്റ്വീൻ 2 വാല്യൂസ്. ഒന്ന് എ ലാർജ് വാല്യൂ ഓഫ് ആറും വേറൊന്ന് സ്മോൾ വാല്യൂ ഓഫ് ആറും. ഈ 2 ആറിൻ്റെയും ഇടയിൽ ദ മോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ്. അപ്പോൾ ഈ ലെസ് ദാൻ 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൗണ്ടഡ് സിസ്റ്റം. It represents a bounded system and the path of the particle അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പോൾ ഈ ഒരു കേസാണ് നമ്മുടെ പ്ലാനറ്റിൻ്റെയും സണ്ണിൻ്റെയും റെവല്യൂഷനിൽ വരുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ സണ്ണ് ഇവിടെയാണുള്ളതെങ്കിൽ അതിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പ്ലാനറ്റ് ഉള്ളത്. അപ്പോൾ ഇത് റിവോൾവ് ചെയ്യുമ്പോൾ സണ്ണ് വൺ ഓഫ് ദ ഫോക്കസിലായിരിക്കും ഉണ്ടാവുക. 2 ഫോക്കസ് ഉണ്ട് എലിപ്സിന്. അതിലേതെങ്കിലും ഒരു ഫോക്കസിലാണ് സണ്ണ് സിറ്റുവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കെപ്ലേഴ്സ് ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച സമയത്ത് പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം പ്ലാനറ്റ് റിവോൾവ് ചെയ്ത് ഏകദേശം ഇവിടെ എത്തുന്ന സമയത്ത് ആറിനൊരു മാക്സിമം വാല്യൂ ഉണ്ട്. പ്ലാനറ്റ് റിവോൾവ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ആറിനൊരു മിനിമം വാല്യൂ ഉണ്ട്. ആ 2 വാല്യൂസാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബൗണ്ടഡ് സിസ്റ്റമാണ്. ബൗണ്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സണ്ണും പ്ലാനറ്റും ഒരു ബൗണ്ടഡ് ഓർബിറ്റിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇതിൽ നിന്ന് ഈ ഒരു ആറിനേക്കാളും കൂടുതലും ആറിനേക്കാളും കുറവും ആയിട്ട് ഈ സണ്ണിന് പ്ലാനറ്റിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഒരു ബൗണ്ടഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ലെസ് ദാൻ 0 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ബൗണ്ടഡ് സിസ്റ്റമാണ്, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ഇനി ഇ എന്ന് പറയുന്നത് ഒരു മിനിമം വാല്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഈ മിനിമം വാല്യൂ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് ആറാണ്. ഈ മിനിമം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആറാണ്. അതായത് ഒരു സർക്കുലാർ ഓർബിറ്റാണ് അവിടെ ഉണ്ടാവുക. അതായത് എല്ലാ ഭാഗത്തും എന്തായിരിക്കും സെയിം ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾ, അങ്ങനെയുള്ള 2 പാർട്ടിക്കിൾസ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലാർ ഓർബിറ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇയുടെ വാല്യൂസ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ്റെ ടൈപ്പ് മാറുന്നുണ്ട്. ഈ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് അതൊരു അൺബൗണ്ടഡ് സിസ്റ്റത്തെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എല്ലാ 2 പാർട്ടിക്കിൾസും തമ്മിൽ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള അൺബൗണ്ടഡ് ആണ്. അതൊരു ഹൈപ്പർബോളിക് ഓർബിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഈ 2 പാർട്ടിക്കിളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡിൻ്റെയും അൺബൗണ്ടഡിൻ്റെയും ബൗണ്ടറിയിലാണ് കിടക്കുന്നത്. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ പരാബോളിക് പാത്ത്. ഈ ലെസ് ദാൻ 0 എന്ന് പറയുന്നത് ഈ മോഷൻ ഒരു ബൗണ്ടഡ് മോഷനാണ്.
ദ മോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ബിറ്റ്വീൻ ടു വാല്യൂസ് ഓഫ് ആർ, അതായത് ലാർജ് ആൻഡ് സ്മോൾ വാല്യൂസ് ഓഫ് ആറിൻ്റെ ഇടയിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. E = E മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കുലർ മോഷൻ ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ 4 കേസിലും വരുന്നതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഹൈപ്പർബോളിക് ഓർബിറ്റ് വരുന്ന സമയത്ത്, പരാബോളിക് അല്ലെങ്കിൽ എലിപ്റ്റിക്, സർക്കുലർ മോഷൻസ്, ഇതിനെയൊക്കെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്.